ആണല്ലോ, പുതിയത് എന്തും ട്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളവരായിരിക്കും, അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ മിക്ക ആളുകളും അല്ലേ. ഇപ്പോൾ ദാ കുന്നംകുളത്തെ പെരുമ്പിലാവില് നമുക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു വിദ്യാലോകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു വിൻറ്റേജ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയാം. പുതിയ കാലത്തെ ഒരു പഴയ ലോകം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വിദ്യാലോകം. അപ്പോൾ ഇന്ന് നമ്മൾ വിദ്യാലോകത്തിലെ വിശേഷങ്ങൾ കാണാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ തന്നെ എൻട്രൻസ് തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. നമുക്ക് ഒരു പഴയ കാല പ്രതീതി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ. ഈ ലൈറ്റൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ, കാരണം ഈ ലൈറ്റൊക്കെ ഇവിടെ കത്തും. അതുപോലെ ഒരുപാട് ലൈറ്റ്സ് ആണ് ഇവിടെ കടന്നു വരുമ്പോൾ ഉള്ളത്. പിന്നെ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കണ്ടോ അക്കിക്കാവ് 0 കിലോമീറ്റേഴ്സ് അവിടെ വരുന്ന പെരുമ്പിലാവിൻ്റെ ഇതുപോലുള്ള ഒരു ബോർഡ് ഉണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ നമുക്കിങ്ങനെ പഴയ കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കൊക്കെയാണ് ഇവിടെ എത്തുന്ന സമയത്ത്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ പഴയ വിൻറ്റേജ് കാര്യങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പം നമുക്കെല്ലാം കാണാം. ഇവിടെ എത്തുന്ന സമയത്ത് നമുക്കിങ്ങനെ പണ്ട് ഇങ്ങനെ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ഇരിക്കുമല്ലോ, വൈകുന്നേരം സംസാരിക്കാനൊക്കെ ഇരിക്കില്ലേ, അങ്ങനെയുള്ളൊരു സ്റ്റോപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ, പെരുമ്പിലാവ് സ്റ്റോപ്പ് എന്ന് പറയാം. നമുക്ക് ഇവിടെ രണ്ട് സൈഡിൽ ആളുകൾക്കൊക്കെ ഇരുന്നിങ്ങനെ കുശലം പറയുമല്ലോ വൈകിട്ട് എല്ലാവരും ഇരുന്നിട്ട്, അതുപോലുള്ളൊരു സ്ഥലമാണിത്. ഇവിടെയും അവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാനൊക്കെ പറ്റും. ഈ ലൈറ്റൊക്കെ കുറച്ചുകൂടെ ഇങ്ങനെ നമ്മുടെ ഒരു ഈവനിങ് ടൈം ആവുന്ന സമയമാണെങ്കിൽ ഈ ലൈറ്റൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയാണ് ഇവിടെ എത്തുന്ന സമയത്ത്. ഇവിടെ വരികയാണെങ്കിൽ ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ, നമ്മൾ ഒരു ചായക്കട, ഭഗവതി വിലാസം കാപ്പി ക്ലബ് എന്നാണ് നമ്മുടെ ചായക്കടയുടെ പേര്. ഇവിടെയൊക്കെ നിറയെ മരങ്ങളാണ്, പലതരത്തിലുള്ള മരങ്ങളാണ്. നമ്മളിങ്ങനെ പറയില്ലേ, വേണമെങ്കിൽ ചക്ക വേരിലും കാക്കുന്ന അത്തരം ചക്കകളൊക്കെ ഉണ്ട്. പ്ലാവുണ്ട് ഇവിടെ, ചക്കയൊക്കെ താഴെ ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചക്ക കുറേ ചക്ക, കുഞ്ഞു ചക്കയുണ്ട്. അതിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ ഒരു വവ്വാലൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടാണ്, നമുക്കിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇതായിട്ട് ഈ ഒരു ബെഞ്ചും ഈ ഒരു മേശയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പഴയ കാലത്താണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽ നമുക്ക് തരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബെഞ്ചും ഈ ഒരു മേശയൊക്കെ നമുക്ക് ആ ഒരു പണ്ടത്തെ നൊസ്റ്റു തരുന്ന പോലത്തെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഫർണിച്ചർ ആണെങ്കിലും ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഈ ഒരു ചായക്കടയുടെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പണ്ടത്തെ ഒരു ചായക്കട എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കറക്റ്റ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ചായക്കടയുടെ അകത്ത് പോവാം. ചായക്കടയ്ക്ക് അകത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു സമോവാറുണ്ട്, അതുപോലെ കുറേ പഴയ സിനിമകളുടെ പോസ്റ്റേഴ്സ് ഉണ്ട്. അവിടെ ഗന്ധർവക്ഷേത്രം ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ, പഴയ സിനിമകളുടെ പോസ്റ്റേഴ്സ് ആണ് എല്ലാം. ഒരു കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചായക്കടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പോസ്റ്റേഴ്സും കുറച്ച് പരസ്യങ്ങളൊക്കെ കാണാം. ഇത് ശരിക്കും പഴയ സിനിമകളുടെ ഇപ്പോൾ ഗന്ധർവ ക്ഷേത്രം വരുന്നു എന്നുണ്ട്. ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് വയ്ക്കുന്ന പോസ്റ്റർ എങ്ങനെയാണോ അതുപോലെയാണ് കേട്ടോ. അതുപോലെ അച്ഛനും ബാപ്പയും, ഇരുട്ടിന്റെ ആത്മാവ്, അങ്ങനെ കുറേ സിനിമകളുടെ പോസ്റ്റേഴ്സ് ആണ്. മോചനം, പിന്നെ അവളുടെ രാവുകൾ പോലുള്ള കുറേ സിനിമ പോസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ ആഡ് ഉണ്ട്. ഈ ആഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ആഡ് അല്ലെങ്കിൽ പഴയ ആഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതല്ല, അന്നത്തെ സെയിം ആഡ് ഇവിടെ റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ബാറ്റയുടെ പരസ്യം കാണാം, അതുപോലെ ഫിലിപ്സ് ഉണ്ട്, ജാവ ഉണ്ട്, വെസ്പ ഉണ്ട്, ലക്സിന്റെ പഴയൊരു പരസ്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം പാർലേജിയുടെ പഴയ പരസ്യം, പാർലെ ഗ്ലൂക്കോ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കുറേ പരസ്യങ്ങൾ, പഴയ പരസ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സിനിമകളാണെങ്കിലും പഴയ സിനിമകൾ ഉടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒരു പഴയ കാലത്ത് നമ്മളൊരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലില്ലേ, അത് കിട്ടും നമ്മൾ ഇവിടെ വരുന്ന സമയത്ത്. അതിനേക്കാൾ കുറച്ചൊരു പടി കൂടുതലുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു കൗതുകമാണല്ലോ, നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അധികം അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മളുടെ ആ ഒരു പഴയ കാലം എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡിൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുമ്പോൾ അത് ഫീൽ ചെയ്യാണ്. അപ്പോൾ ശരിക്കും ഒരു ഇനി എന്ത് എന്നുള്ളൊരു മൈൻഡാണ് നമ്മുടെ ഉള്ളിൽ. അടുത്തതായിട്ട് ഇനി ഇവിടെ എന്താണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വരുന്നുണ്ട്, ഒരു കൗതുകമാണ് ഉള്ളിൽ ഇവിടെ കടന്നു കഴിഞ്ഞാൽ തൊട്ട് കാണാനായിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ ഒരു ചായക്കട, പഴയകാല ചായക്കടയിൽ ഇരിക്കുന്ന ഒരു ഫീലോട് കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവതി വിലാസം കാപ്പി ക്ലബ് വില വിവര പട്ടികയാണ് കേട്ടോ. ചായ, കാപ്പി, പുട്ട്, പൂരി, മസാല ദോശ, പഴംപൊരി, ഇഡ്ഡലി, ഉപ്പുമാവ്, പരിപ്പുവട, ബോണ്ട, ഉഴുന്നുവടയൊക്കെയാണ് നമ്മുടെ ഭഗവതി വിലാസം കാപ്പി ക്ലബിലെ ഐറ്റംസ്. അപ്പോൾ അതിൻ്റെ പണ്ട് ഇങ്ങനെയല്ലേ ശരിക്കും ഒരു മെനു കാർഡിന് പകരം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ശരിക്കും ആ ഒരു വുഡൻ ബോർഡിൽ എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത്രയും ഐറ്റംസ് വെക്കുന്ന നമ്മുടെ പഴയ ചില്ലുകൂട്, നല്ല ചൂട് പരിപ്പുവടയും ഉഴുന്നുവടയും ഒക്കെ വെക്കുന്ന ആ ഒരു ചില്ലുകൂടാണ് ഇത്. ഇതിനകത്താവുമല്ലോ പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ചായക്കടയിൽ ഐറ്റംസ് ഉണ്ടാവുക. അപ്പോൾ അതും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ
നോക്കിക്കഴിഞ്ഞാൽ ഒരു റേഡിയോ ഉണ്ട്. ചായക്കടയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണല്ലോ റേഡിയോ. അത് ആകാശവാണി തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാവുന്ന റേഡിയോ ഒന്നിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂട് ചായ ഉണ്ടാക്കാനായിട്ടുള്ള സമോവർ ഒന്നിവിടെ റെഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു ചായക്കടയാകുമ്പോൾ ഇവിടെയാണല്ലോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അമ്മിക്കല്ലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പുറത്ത് സൈഡിൽ. അങ്ങനെ ശരിക്കും നമുക്കൊരു പണ്ട് കാലത്തെത്തിയ ഫീല് കിട്ടാനായിട്ട് ഒരു പഴയൊരു ഭഗവതി വിലാസം കാപ്പി ക്ലബ്ബിൽ എത്തിയിട്ടുള്ള ഒരു ഫീല് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട് ശരിക്കും. വിദ്യാലോകം ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ വിൻറ്റേജ് റെസ്റ്റോറൻറ്റിൻ്റെ GM ആയിട്ടുള്ള അരുൺ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ ഇങ്ങനെ പുതുതായിട്ട് ആളുകൾക്ക് അത്ര പരിചിതമല്ലാത്ത രീതിയിലുള്ള ഒരു വിൻറ്റേജ് റെസ്റ്റോറൻറ്റ് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ആളുകൾ അത് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, വരാനുണ്ടോ കാണാനായിട്ടൊക്കെ? കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലം മുന്നേ ഉള്ള ഒരു പെരുമ്പിലാവ് എന്നുള്ള ഒരു ടൗണിനെയാണ് നമ്മളിവിടെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അന്നത്തെ തലമുറയ്ക്ക് അത് കാണാനും പുതിയൊരു തലമുറയ്ക്ക് അന്നത്തെ പെരുമ്പിലാവ് എന്താണെന്ന് അറിയാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ പലരും അന്നത്തെ ആൾക്കാരും വരുന്നത്, ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട്. അങ്ങനെ പല വിധം അത് ഇവിടുന്ന് മാത്രമൊന്നുമല്ല, പല ദൂരദേശങ്ങളിൽ നിന്ന് തൃശ്ശൂരിൻ്റെ അപ്പുറത്തു നിന്നും മലപ്പുറം, പെരിന്തൽമണ്ണ ഭാഗങ്ങൾക്ക് ഒരുപാട് പേര് ഇത് കണ്ടറിഞ്ഞും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് നമുക്ക് ഇവിടെ വരുന്നതുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ്, നമ്മളെ ഇവിടെ നാടൻ ടൈപ്പ് ഫുഡുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഈവനിങ് 5 മണിക്കാണ് ഇപ്പോൾ നിലവിൽ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ ഇത് ചേഞ്ചസ് വരുത്തും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈവനിങ് ഒരു 5 മണിക്ക് ശേഷമാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ അത് കാരണം ഒരു 5 മണിക്ക് ശേഷം അവിടെ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആവുന്നുണ്ട്. എല്ലാം തനി നാടൻ ഫുഡുകളാണ്. നമ്മുടെ വെളിച്ചെണ്ണയിൽ നാടൻ മസാല നമ്മളിവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന മസാലകളിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓണർക്കാണ്. മിസ്റ്റർ വിദ്യാമണി എന്ന് പറയും. ആള് ഇവിടെ പെരുമ്പിലാവുകാരനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആർട്ട് ഡയറക്ടറായിട്ടുള്ള അജിൻ ചാലിശ്ശേരിയാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെ ഒരു 2 വർഷത്തെ ഏകദേശം ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന വിദ്യാലോകം എന്നുള്ളത്. ലോകം എന്നുള്ളത് നമ്മുടെ ഓണറെ സംബന്ധിച്ചിടത്തോളം ഓണറെ ഒരു ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഇതുണ്ടായിരുന്നത്. ആളൊരു ലോകം അങ്ങനെയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതെ തീർച്ചയായിട്ടും ഇനിയും ഞങ്ങളിതിൻ്റെ എക്സ്റ്റൻഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മാറ്റങ്ങളും ഇനി ഇതിൽ വന്നുകൊണ്ടിരിക്കും. ഇനി ഞങ്ങളിത് പതിയെ ഇതിൽ ലഞ്ചും കൂടി സ്റ്റാർട്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള. ഇപ്പോൾ നമ്മൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് എത്ര നേരം വരെ ഉണ്ടായിരിക്കും? നമുക്ക് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 11-11:30 വരെയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ നാടൻ ഫുഡ് അതുപോലെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഫുഡിന്റെ കാര്യമാണെങ്കിലും ഇവിടെ വരുമ്പോഴുള്ള ഒരു ആംബിയൻസിന്റെ കാര്യമാണെങ്കിലും രണ്ടും ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് അറിഞ്ഞു വരുന്നവരാണ്. ഒരുപാട് പേര് ഞങ്ങളുടെ പള്ളിക്കറി ബീഫ് ഞങ്ങളുടെ ഒരു ഇതാണ്. പിന്നെ അഷ്ടവർഗ കാന്താരി ചിക്കൻ, അതൊരു 8 തരം മസാലകൾ നമ്മുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. പിന്നെ നമ്മൾ ഫിഷ് നിർവാണ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുട്ടനാടൻ സ്പെഷ്യാലിറ്റി ഫിഷിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ സ്പെഷ്യാലിറ്റികൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചിക്കൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ആൾക്കാരെല്ലാം നല്ല ഒരു റെസ്പോൺസാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അവർക്കൊക്കെ ഒരുപാട് കൗതുകം. ഞാൻ ചിലവരെ കണ്ടിട്ട് അത്രയും നടക്കാൻ പോലും പറ്റാത്ത അവരെയൊക്കെ മക്കൾ കൊണ്ടുവന്ന് ഇത് കംപ്ലീറ്റ് ചുറ്റി കാണിക്കലും. എനിക്ക് ഒരു മെമ്മറബിൾ എന്താ വെച്ചാൽ വളരെ ഏജ്ഡ് ആയിട്ടുള്ള 2 കപ്പിൾസ് അവർ തന്നെ വന്നു. അവർ മക്കളൊന്നും ഇവിടെ ഇല്ല, മക്കളൊക്കെ വിദേശത്താണ്. അപ്പോൾ അവരിതെവിടെയോ കണ്ടറിഞ്ഞ് വന്ന് ഇവിടെ നമ്മുടെ ഈ ഇതിലിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്പേസ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ അവർ കുറേ നേരം ഇരുന്ന് അവർ പരസ്പരം സംസാരിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ആളുകളുടെ ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെയാണ്. അതെ. വിദ്യാലോകം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലോകം നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ള വിദ്യാമണി സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാറിന്റെ ചെറുപ്പകാലത്തെ പെരുമ്പിലാവ് അതിനൊന്ന് ഇപ്പൊ പുതു തലമുറയ്ക്കായിട്ട് സമ്മാനിച്ചതാണോ നമ്മുടെ വിദ്യാലോകം? പെരുമ്പിലാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത് കുട്ടനായർ ചായക്കടയിലും സൈന്യയിലും തിയേറ്ററിലും പിന്നെ പ്രോഗ്രസ് ക്ലബ്ബായാലും SR സ്റ്റോഴ്സ് ആയാലും എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ കുറേ കടകളുണ്ട്. എല്ലാ കടകളും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത കാരണം
ആണ് കുറച്ച് പരിമിതിയിൽ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ നമ്മുടെ ഓർമ്മയിലുള്ള ആ നമ്മൾ പെരുമ്പിലാവിൽ കണ്ടിട്ടുള്ള സെയിം പേരുകളും കടകളും ഒക്കെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? അതെ അതെ, അത് അജയനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. മഞ്ഞൂൽ ബോയ്സിന്റെ ആർട്ട് ഡയറക്ടർ അജയുള്ള കാരണമാണ് ഇത്രയും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്? ഞങ്ങൾ ഒരുപാട് കാലത്തുള്ള ബന്ധമാണ് അജയനും ഞാനും. നമ്മളൊരു പുതിയ റെസ്റ്റോറന്റ്, ഒരു ഫാമിലി റെസ്റ്റോറന്റ് തുടങ്ങാം എന്നുള്ള ഐഡിയയിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു പഴയ കാലത്തെ റിക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് അങ്ങനെ എത്തിയത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ പുറത്തെത്തിയതാണോ ഈ ഒരു ഐഡിയയില്? നമ്മൾ നടന്ന വഴികൾ അതൊക്കെ അത് നമുക്കിപ്പോ രണ്ടാമതൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മള്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടതും നമ്മളിവിടെ വളർന്നതാണ് ശരിക്ക് ഓരോരെന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ വീട്. എന്നാലും ഇവിടെയാണ് പെരുമ്പിലാവ് നിന്നിട്ടാണ് നമ്മൾ വളർന്ന കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ആ സംഭവം ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു പെരുമ്പിലാവ് ഉണ്ടായിരുന്നു എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. പണ്ട് പെരുമ്പിലാവ് ഇങ്ങനെയായിരുന്നു. അത് ഒരു 10-60 വയസ്സിനൊക്കെ മേലുള്ളവർ വന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10-50 വയസ്സിന്റെ മേലുള്ളവർ വന്ന് കാണുമ്പോൾ അവർക്കിത് പണ്ടത്തെ പെരുമ്പിലാവിനെ രണ്ടാമത് കാണാൻ പറ്റുന്നത് അവർക്ക് ഫീൽ അവർക്കുണ്ട്. ഇത് എന്താ നമ്മളിങ്ങനെ പെരുമ്പിലാവിനെ റിക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിന്റേജ് റെസ്റ്റോറന്റ് തുടങ്ങാം എന്നൊരു ഐഡിയ വരാനുള്ള കാരണം? നമ്മള് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണം. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ട് കാര്യമില്ല. നമ്മൾ ആരും ചെയ്യാത്ത, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒതുങ്ങിയ കാര്യങ്ങൾ, ആരും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അങ്ങനെ പുതുമ തേടി നമ്മൾ എത്തിയതാണ്, ഈ പഴമയിൽ എത്തിയതാണ്. അപ്പൊ അത് ആ ഒരു പുതുമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു അല്ല? അത് കാണാനായിട്ട് എത്ര പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരുപാട് ആൾക്കാർ 80-90 വയസ്സുള്ള ആൾക്കാർ വീൽ ചെയറിൽ നടക്കാൻ വരിക. വീൽ ചെയറിൽ വന്നിട്ട് വീൽ ചെയറിന്റെ മുകളിൽ വന്നിട്ട് ഇത് കണ്ടിട്ട് അവർ നന്നായിട്ട് ചിരിച്ച് സന്തോഷിച്ച് ഒരു ഷെയ്ക്കിന്റെ ഒക്കെ തന്ന് നന്നായി എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിന്റെ മാനസികമായിട്ട് നമുക്കുള്ളൊരു വലിയ സന്തോഷമാണ്. ഞാനും ഇത് ശരിക്കും ആസ്വദിക്കപ്പോ തുടങ്ങണ ടൈമിലത്തെ വർക്കിനായിട്ടും കൂടുതൽ ഇപ്പോഴാണ് ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് പഴയ ആൾക്കാരെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. അപ്പോൾ നമ്മളിത് ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഞാനും ഇവിടെ വരുമ്പോഴേ ഒരുപാട് സിനിമ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് പണ്ട് നമ്മളിങ്ങനെ കണ്ടതും കാണാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള സിനിമ പോസ്റ്റേഴ്സ് അങ്ങനെ നോക്കി എടുത്തിട്ടുള്ളതൊക്കെയാണ്. ഇതൊരു 80-90% ഞാൻ കണ്ട സിനിമകൾ തന്നെയാണ്. പിന്നെ ഇതെല്ലാം കാര്യങ്ങൾ ചെയ്ത് അജയനാണ്. അജയുള്ള കാരണമാണ് അത് ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെ ഡിസ്കസ് ചെയ്യോ? നമുക്ക് ഇത് വേണം, അത് വേണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയാണോ? നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ട് നന്നായിട്ട് ചെയ്തു തരുന്ന ആളാണ് അജയൻ. അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫണ്ട് ഇറക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. ഭംഗിയാക്കിയിട്ട് നന്നായിട്ട് ചെയ്തു തരും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു കാര്യം നമ്മളെ മരങ്ങളാണ്. നിറയെ മരങ്ങള്, വ്യത്യസ്തമായ മരങ്ങളുണ്ട്. പ്ലാവൊക്കെ ചക്ക താഴെ മുതലേ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ആദ്യം മുതലേ പ്ലാൻ ചെയ്തിരുന്നു ഇങ്ങനെ നിറയെ മരങ്ങൾ വേണം. ഇപ്പൊ കുറെ ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കുന്നല്ലോ, എടുത്ത് കഴിഞ്ഞല്ലോ, നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വരുന്ന ആൾക്കാർക്ക് നല്ല ഓക്സിജൻ കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക. ഇവിടെ വരുമ്പോ എല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. ശരിക്ക് നിറഞ്ഞ ചെറി കാണുന്നുണ്ട്, നമ്മളിവിടെ സന്തോഷിച്ചു പോകുന്നത് കാണുന്നത്. അത് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു നമ്മൾ ചെയ്തത് ഇത്രയും നല്ലൊരു കാര്യമാണെന്നുള്ളൊരു ഫീൽ കിട്ടും അല്ലേ? നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ എന്താ പറയാ, പഴയ കാര്യങ്ങളാണല്ലോ എല്ലാം. നമ്മൾ ശരിക്കും പഴയൊരു കാലത്ത് എത്തി എന്നുള്ളൊരു ഫീല് തന്നെയാണ്. ഇതിനപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഒരു വിദ്യ റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറന്റിനോട് ചേർന്നിട്ട് തന്നെ വിദ്യ ഗാർഡൻ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെയും ഇതുപോലെ നിറയെ മരങ്ങളൊക്കെ ആയിട്ടൊരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ പൊതുവിൽ വ്യത്യസ്തതകളോട് താല്പര്യമുള്ള ഒരാളാണെന്ന് തോന്നുന്നു അല്ലെ? കൃഷിയോട് മരങ്ങളോടൊക്കെ ഒരുപാട് താല്പര്യം. അതുകൊണ്ട് എവിടെ ചെന്നാലും അവിടെ ഒരു ഗ്രീനറി, ഒരു വ്യത്യസ്തത ഒക്കെ കൊണ്ടുവരും അല്ലെ? ഏറ്റവും മരം മുറിക്കാൻ തീരെ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്, മരം വെച്ച് പിടിപ്പിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. കാരണം ഏത് കാലത്തും കൃഷിയോടും ചെടികളോടും മരത്തിനോടും ഭയങ്കര താല്പര്യമാണ്. അതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ആ ഒരു മനസ്സിന് പോസിറ്റിവിറ്റി വരാനായിട്ട് പറ്റുന്ന ഒരുപാട് ഘടകങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്നാണ് നമ്മൾ ഈ പറഞ്ഞ മരങ്ങൾ. പിന്നെ ഈ ഒരു നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഒപ്പം നല്ല ഫുഡാണെങ്കിലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. വെളിച്ചെണ്ണയിൽ മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ, ചുവന്നുള്ളി, പിന്നെ കുരുമുളക്, ചെറിയ ചീനമുളക്, അങ്ങനത്തെ ഐറ്റങ്ങളാണ് നമ്മൾ ഭൂരിപക്ഷം ഉപയോഗിക്കുന്നത്. സബോളയൊക്കെ വളരെ കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മസാലയൊക്കെ കുറച്ച് നല്ല ഹെൽത്തി മസാല കൊടുക്കുക. ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസ് ആണല്ലോ. കളറും പേസ്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഐറ്റം കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. നമ്മളൊരു റെസ്റ്റോറന്റ് തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു, ഇങ്ങനെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു അതുണ്ടായിരുന്നു. ആ രൂപത്തിൽ തന്നെ അത് റെസ്റ്റോറന്റ് ആയാലും വിദ്യ റെസ്റ്റോറന്റ് ആയാലും ഇതായാലും വിദ്യ റെസിഡൻസി ആയാലും നമുക്ക് ജനങ്ങളിലുള്ളിൽ നമ്മൾ നല്ല
കൊടുക്കുള്ളൂ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് നമ്മളത്രയും അവര് നമ്മളെ ജനങ്ങളെ നമ്മളെങ്ങനെ കാണുന്നു വെച്ചാൽ നമ്മൾ അതിനായിട്ട് ഒരു പൊടി മുമ്പിലേക്ക് കയറി ചിന്തിക്കണം. നമ്മളേക്ക് കൂടുതൽ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം, എന്നാലല്ലേ ആൾക്കാരെ. അതെ. അപ്പൊ സാറിന്റെ മനസ്സിലുള്ള ഒരു നല്ലൊരു ലോകം, അത് വിദ്യാലോകം എന്നുള്ള പേരിൽ നമ്മളിങ്ങനെ ആ ഒരു ലോകം നമ്മുടെ നാടിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി കാണാനായിട്ട് ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ട്. ഇനി വരാത്തവരെ വെൽക്കം ചെയ്യാണ്. എല്ലാവരും വരിക, എല്ലാവരും ഇതിൽ പങ്കുചേരുക, ഒരു പ്രാവശ്യമെങ്കിലും ഇത് വന്ന് വിസിറ്റ് ചെയ്ത് പോവുക. പെരുമ്പിലാവിലൊക്കെ ഉള്ള വയസ്സായ ആളുകൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ശരിക്കും പഴയ ഒരു പെരുമ്പിലാവിൽ എത്തിയ പോലെ തോന്നും. പുതിയ ആളുകൾക്കാണെങ്കിലും പണ്ട് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്ന് അറിയാനൊക്കെ ഒരു അത്ഭുതം തോന്നും. ഇവിടെ വരുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും നല്ല എന്താ പറയാ, എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കല്യാണ ഷൂട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ഷൂട്ടിലൊക്കെ വരാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണുമ്പോൾ കൗതുകം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എവിടെ തൃശ്ശൂരാണെങ്കിലും അതുപോലെ മലപ്പുറം ഏരിയ എല്ലാവർക്കും തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ അപ്പൊ ദൂരം ഒരു പ്രശ്നമല്ല. വണ്ടിയൊക്കെ വന്നപ്പോഴാണ് തമിഴ്നാട്ടിൽ ഫോട്ടോഷൂട്ടിന് വന്ന് കഥ അതെ, ഒരുപാട് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ചെറിയ തലമുറ തൊട്ടിട്ട് വയസ്സായ തലമുറ വരെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ സാറിന്റെ മനസ്സിലുള്ള ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം, അത് ദൂരമൊന്നും പ്രശ്നമില്ലാതെ പല നാട്ടിൽ നിന്നും ആളുകൾ ആ ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ എന്താണ് എന്ന് കാണാനായിട്ട് വന്നിട്ട് സന്തോഷത്തോടു കൂടെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ കാണാത്തവരെല്ലാവരും വേഗം തന്നെ വന്നോളൂ നമ്മുടെ വിദ്യാലോകത്തിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പലചരക്ക് വ്യാപാരം പെരുമ്പിലാവിലുള്ള നമുക്കിങ്ങനെ പലചരക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു കടയെ പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാലോ പച്ചമരുന്നുകൾ, പെട്ടിമരുന്നുകളൊക്കെ ഇവിടെ കിട്ടും. EVK ഔഷധശാല, കഷായ മരുന്നുകൾ ഒക്കെ കിട്ടുന്ന ഒരു ഔഷധശാലയാണ് ഈ സൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ മരുന്നൊക്കെ വെക്കാനായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു ചില്ല അലമാരൊക്കെ ഉണ്ട് ഈ സൈഡിൽ. ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അകത്ത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ചെയർസും ടേബിളൊക്കെ ഉണ്ട്. ഈ ഒരു ഔട്ട്ലുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കവലയിലുള്ള പലചരക്ക് കടയും അതുപോലെ ഔഷധ കടയൊക്കെയാണ് ഇവിടെ. ഇനി ഇവിടെ നോക്കുമ്പോൾ ആ നല്ല പുകയും നെല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രസമാണ് ഇവിടെ. ശരിക്കും എന്താ പറയുക, ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം, ശരിക്കും നമ്മൾ കുറച്ച് കാലം മുൻപുള്ള ഒരു നാട്ടിൻപുറത്ത് എത്തിയൊരു ഫീലാണ്. ഇവിടെ നല്ല ഒരു സീനറി ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടേക്ക് 89 കിലോമീറ്റർ ആണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നല്ല രസമായിട്ട് എല്ലായിടത്തും വിദ്യാലോകം എന്നിങ്ങനെ നല്ല ഭംഗിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. ബാലകൃഷ്ണൻ സാറാണ് ഇവിടുത്തെ ആരംഭമാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ആളുകൾ എങ്ങനെ സ്വീകരിച്ചു നമ്മുടെ വിദ്യാലോകം? ശരിക്കും പറഞ്ഞാൽ അതിഥി ദേവോ ഭവ, അതാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വീട് വിട്ടാൽ മറ്റൊരു വീട് എന്നില്ലാതെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മളെല്ലാവരും സ്വീകരിക്കുന്നത്. മറ്റു വീട്ടിലെ ഒരു അതിഥിയായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ വിധത്തിലും നമ്മളവരെ ഹാപ്പി ആയിട്ട് വിടുന്നത്. അത് ശരിയാണ് കേട്ടോ. നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർ നല്ല സന്തോഷത്തോടു കൂടിയല്ലേ ഗസ്റ്റിനെ വരവേൽക്കുക. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് ശരിക്കും, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ക്രൗഡ് വരുമ്പോൾ ചെറിയൊരു ഇത് ഉണ്ടാവാറുണ്ട്. പക്ഷേ മാക്സിമം നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ സർവീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സർവീസിനുള്ളൊരു ബുദ്ധിമുട്ടാണ് പറയുന്നത്. എല്ലാവരും ചിരിച്ച് വീട്ടുകാരെ പോലെ പെരുമാറുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളാണല്ലോ. എത്ര പേര് വന്നാലും ഇവിടെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മളത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ഒരു സോഫ്റ്റ് ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണ് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് ഇഷ്ടപ്പെട്ട് നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല വരുന്ന ആളുകളൊക്കെ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? ജസ്റ്റ് വന്ന് ഭക്ഷണം കഴിച്ച് പോകാറുണ്ട്, ഇവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. അത് ശരിയാണ്. ഇവിടെ വന്നിങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. ഒരുപാട് പേര് അങ്ങനെ എത്തുന്നുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങള് മാത്രമല്ല, നിങ്ങള് അതൊരു എന്താ പറയാ വീട്ടുകാരെ പോലെ അവരെ സ്വീകരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും വരാനായിട്ടാണ്. പെരുമ്പിലാവിലെ പണ്ടത്തെ സൈന മൂവീസിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പഴയ സിനിമകളൊക്കെ ഇവിടെ റിലീസിങ്ങിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു തിയേറ്ററാണ്. ആവേശം, പഴയ ആവേശമാണ് കേട്ടോ ഈ ഒരു പോസ്റ്റർ. ഇത് നോക്കൂ, ഫസ്റ്റ് ക്ലാസ്സിന് 3 രൂപ 50 പൈസ, സെക്കൻഡ് ക്ലാസ്സിന് 2 രൂപ 50 പൈസ, തേർഡ് ക്ലാസ്സിന് 1 രൂപ 50 പൈസ ടിക്കറ്റ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 4 ടിക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ. ക്യൂ പാലിക്കുക. അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് ആ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പിന്നെ ക്യാബിനാണ്, അന്യർക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ട് ശരിക്കും നമ്മളിങ്ങനെ
പണ്ടത്തെ ഒരു തിയേറ്റർ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നമുക്കപ്പോൾ ആ ഒരു മൈൻഡിലുണ്ടാവുമല്ലോ പണ്ടത്തെ തിയേറ്റർ ഇങ്ങനെയായിരിക്കും. ശരിക്കും ആ തിയേറ്ററാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. പണ്ട് കുറച്ചുകൂടെ പ്രായമുള്ള ആളുകൾക്കാണെങ്കിൽ അവരുടെ ചെറുപ്പത്തിൽ സിനിമ കാണാൻ പോയിട്ടുള്ള ഓർമ്മകളൊക്കെ വരും അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത്. ശരിക്കും ഒരു തിയേറ്റർ ഇങ്ങനെ റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓല മേഞ്ഞിട്ടാണ് തിയേറ്ററിൻ്റെ ആ ഒരു മോൾഭാഗം കണ്ടോ, കറക്റ്റ് ആ ഒരു പണ്ട് ഓല മേഞ്ഞിട്ടുള്ള തിയേറ്റർ എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ഒരു സൗണ്ട് കണ്ടോ, സ്പീക്കർ വെച്ചിരിക്കുന്നത് കണ്ടോ, കോളാമ്പി, പഴയ കോളാമ്പിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് പണ്ട് നമ്മൾ ഒരു തിയേറ്ററൊക്കെ എങ്ങനെയാണോ അത് തന്നെയാണ് ഇവിടെ. ആ ഒരു ബെല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ആ ഒരു സൈഡിൽ. സിനിമ കഴിയുമ്പോഴും അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ ബെല്ലടിക്കുന്ന ഒരു ബെല്ലൊക്കെ ഉണ്ട്. ആ ലൈറ്റൊക്കെ കണ്ടോ, പഴയ കാല ലൈറ്റുകളാണ്. മൊത്തത്തിൽ നമുക്കൊരു പഴയ തിയേറ്റർ ഇവിടെ വരുമ്പോൾ തിയേറ്റർ അനുഭവം എന്നൊക്കെ പറയാം, പഴയ കാല തിയേറ്റർ അനുഭവം കിട്ടുന്നുണ്ട് ഈ സ്ഥലത്ത് വന്ന് നിൽക്കുന്ന സമയത്ത്. ജയൻ സാറിൻ്റെ ഒരു സ്റ്റൈലും കട്ടൗട്ടാണ് ഈ സൈഡിൽ കേട്ടോ. ഇപ്പോൾ തിയേറ്ററിലുള്ള സിനിമയിലെ ഹീറോ ആയിരിക്കണം മേ ബി. ഇവിടെ ഈ ഒരു കട്ടൗട്ട് ഉണ്ട്. അങ്കക്കുറി നിർമ്മാണം CV ഹരിഹരൻ, സംവിധാനം വിജയാനന്ദ്, സുഗുണ സ്ക്രീൻ കളർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കളർ സിനിമയാണ്, ജയൻ്റെ സിനിമയാണ് തിയേറ്ററിൽ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിറയെ പോസ്റ്റേഴ്സ് ഉണ്ട്. ഇതാ അവിടെ കടത്തനാട്ട് മാക്കത്തിൻ്റെ ഒരു നല്ല പോസ്റ്റർ ഉണ്ട്. നസീർ സാറിൻ്റെ ഒരു നല്ല ചിരിച്ചൊരു ഫോട്ടോ അവിടെ വരച്ചിട്ടുണ്ട് ഈ ഒരു വോളിൽ. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പഴയ കാലത്ത് എത്തിയൊരു ഫീൽ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത്. ഈ ഒരു ഏരിയ അല്ല, വിദ്യാലോകം മൊത്തം നമ്മൾ പഴയ കാലത്താണല്ലോ. മൊത്തത്തിൽ ഇവിടെ കുറേ പോസ്റ്റേഴ്സ് ഉണ്ട്. തിയേറ്ററിൻ്റെ അവിടെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു തിയേറ്റർ ഫീൽ വന്നു. അല്ലെങ്കിലും ഇവിടെ നിറയെ സിനിമ പോസ്റ്റേഴ്സാണ്. പല പല സിനിമകളുടെ പല പല പോസ്റ്റേഴ്സ് കാണാനായിട്ട് പറ്റും. ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരോ പോസ്റ്റേഴ്സാണ്. ഇതൊക്കെ അവരിങ്ങനെ കറക്റ്റ് ആ ഒരു പഴയ പോസ്റ്ററൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒറിജിനൽ പോസ്റ്റേഴ്സ് തന്നെ എടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ ഇതാ മലഞ്ചരക്ക് വ്യാപാരം, കുരുമുളക്, കൊട്ടടയ്ക്ക, അടയ്ക്ക, ഇഞ്ചി, മഞ്ഞൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന മലഞ്ചരക്ക് വ്യാപാര കടയാണ് ഇവിടെ. മുകളിൽ ഇതാ ഭാവന ടൈലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ഒരു നാട്ടുപുറത്ത് വേണ്ട എല്ലാ കടകളും ഉണ്ട്. ഇത് ഇപ്പുറത്ത് വരികയാണെങ്കിൽ SR സ്റ്റോഴ്സ് ആണ് കേട്ടോ. ഈ SR സ്റ്റോഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗന്ധർവ ക്ഷേത്രത്തിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട്. ഇതാ കണ്ടോ, ഫോഗ് കണ്ടോ, ഇവിടെ ഇങ്ങനെയും കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ഇതാ ഫോഗ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ചുകൂടെ ഇവിടെ ഒന്ന് ഇരുട്ടാവുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നിറയെ ലൈറ്റും ഈ ഫോഗും, പിന്നെ ഇതൊക്കെ കൂടാതെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ അത്ഭുതം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു അമ്പിളിമാമനൊക്കെ വരും. അങ്ങനെയാണ്, അതൊരു ടൈം ആവണം അത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അന്തം വിട്ടിരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതാ ഇപ്പോൾ ഫോഗൊക്കെ വന്നിട്ട് ആ ഒരു ഫീല് മാറിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ലൈറ്റ്സ് വരും, അമ്പിളിമാവൻ വരും. അങ്ങനെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് ഇറങ്ങാനായിട്ട് തോന്നില്ല. ഈ വിദ്യാലോകത്തിൽ അങ്ങനെ ഇരിക്കാനായിട്ട് തോന്നും. ഇതാണ് വിദ്യാലോകത്തിലെ വെള്ളച്ചാട്ടം. നല്ല ഗംഭീരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണല്ലേ. നല്ല ഹൈറ്റിലാണ് ഈ ഒരു കല്ലുകൊണ്ടുള്ള ഒരു പ്രതിമ. അതിൽ നിന്നാണ് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താഴെ നിറയെ മീനുകളുണ്ട്, പല വലിപ്പത്തിലുള്ള നിറയെ മീനുകളാണ്. തവളയൊക്കെ ഇരിക്കുന്നുണ്ട് അതിനുള്ളിൽ. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വിദ്യാലോകം എന്നുള്ളത്. അതിങ്ങനെ ഓരോ ഭാഗത്ത് എത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എന്താ പറയുക, അടുത്തത് എന്താ ഇനി ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയാണ്. നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമ്മളങ്ങനെ ആകെ ത്രില്ലടിച്ച് പോകുന്നില്ല. അതാണ് വിദ്യാലോകത്ത് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതാ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല പഴയ പാട്ടോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ വിദ്യാലോകത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ. ഈ ഒരു 5 മണി 5:30 ടൈമിലാണ് ഇവിടേക്കുള്ള എൻട്രൻസ് സാധാരണ തുടങ്ങുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരിക. ഒരു 5 മണിക്ക് ശേഷം, അതായത് കുറച്ചൊരു ഇരുട്ടായി തുടങ്ങുമ്പോഴാണ് വിദ്യാലോകം ഉണരാനായിട്ട് തുടങ്ങുക. അപ്പം നമ്മൾ ഇവിടെ ലൈറ്റ്സും പിന്നെ ആളുകളും ഈ ഫോഗും ഒക്കെ ആയിട്ട് ഈ പാട്ടൊക്കെ കൂടെ നമ്മൾ ശരിക്കും വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. ഈ പുതിയ കാലത്തും നമ്മളൊരു പഴയ ലോകത്തെത്തിയ, ഒരു വിദ്യാലോകത്തെത്തിയ ഫീല് വരും. ഈ വെള്ളച്ചാട്ടമൊക്കെ നോക്കി ഇങ്ങനെ ഇവിടെ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ, ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ, ഇവിടെ ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് തോന്നും അടുത്ത സ്ഥലത്തെത്തി വീണ്ടും വേറെ എന്തെങ്കിലും കഴിക്കണമെന്ന്. കാരണം ഓരോന്നും വേറെ വേറെ സ്ഥലങ്ങളിലെത്തിയ പോലെയാണല്ലോ. ഇരിക്കാനാണെങ്കിൽ ഒരുപാട് ഏരിയ ആണ് ഇവിടെ. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വേണമെങ്കിൽ അവിടെ ഇരിക്കാം. അതെല്ലാം ഓരോരോ ഏരിയയിലും നമുക്ക് ഇരിക്കാൻ വേറെ വേറെ സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷൻ നോക്കിയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും. നല്ല ഭക്ഷണം നല്ല ഫീലോടുകൂടെ നല്ല ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റും നമ്മുടെ വിദ്യാലോകത്തിൽ വന്നു കഴിഞ്ഞാൽ. വിദ്യാലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ഇല്ലാത്തതൊന്നുമില്ല. ദാ കല്യാണ ഫോട്ടോകളൊക്കെ ഉത്തരവാദിത്തത്തോടു കൂടെ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ദർശന സ്റ്റുഡിയോ ഇവിടെ ഉണ്ട്. അനശ്വര നിമിഷങ്ങളെ അവിസ്മരണീയമാക്കാൻ ദർശന സ്റ്റുഡിയോ. അപ്പോൾ ഇതാണ് മുകളിലേക്ക് കയറി ചെന്നാൽ അവിടെ ദർശന സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കുകയാണ്, ഇനി ഇവിടെ ഇല്ല എന്ന് പറയാനായിട്ട് ഒരു കവലയിൽ വന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും
ഉണ്ട്. സ്റ്റുഡിയോ ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ പലചരക്ക്, ഔഷധശാല, സിനിമ തിയേറ്റർ, ചായക്കട, അങ്ങനെ എല്ലാം ഉണ്ട് നമ്മുടെ വിദ്യാലോകത്തിൽ. കത്തുകൾ പോസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ പോസ്റ്റ് ബോക്സും ഉണ്ട് വിദ്യാലോകത്തിൽ കേട്ടോ. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സൺഡേസും ഹോളിഡേയ്സിലും ക്ലിയറൻസ് ഇല്ല, അല്ലാത്ത ദിവസം മാത്രമേ ക്ലിയർ ചെയ്യുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പോസ്റ്റ് ചെയ്യാൻ വരുന്നവര്. നമുക്കൊരു കോഫി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ഡാൻസിങ് ടീ ആണ്. ഇത് നമ്മുടെ കോഫി. നല്ല കോഫിയാണ്. നമുക്ക് കോഫി തന്നെ പല ടൈപ്പിലുണ്ടാവുമല്ലോ. ഇതൊരു സൂപ്പർ കോഫിയിൽ പെട്ട ഒരു കോഫിയാണ്. വിദ്യാലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ചായകളാണ് ഇവിടെ ഉള്ളത്. ആ ചായകളൊക്കെ ഉണ്ടാക്കുന്ന ചായ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സാബിറൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ വിദ്യാലോകത്തിൽ മൊത്തം എത്ര വെറൈറ്റി ചായകളുണ്ട്? നമുക്ക് 68 ചായകൾ വെറൈറ്റികളുണ്ട്. 68 വെറൈറ്റി ചായകളുണ്ട് അല്ലേ? നമ്മൾ സെക്ഷൻ മാറുമ്പോൾ വേറെ ആ സൈഡിൽ നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഒരു സോഫ്റ്റ് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. ഇനി ചായക്ക് സ്പെഷ്യൽ ആയിട്ട് ആ ഒരു ഏരിയ ഇരിക്കുന്നത് അല്ലേ? അത് പണി നടന്നുകൊണ്ട് നിൽക്കുന്നു, കയ്യാറായിക്കണ് ഏകദേശം. അപ്പൊ അവിടെ നമുക്ക് 68 വെറൈറ്റി ചായകളാണ് കിട്ടാനായിട്ട് പോകുന്നത്. ഇപ്പോഴും ഇവിടെ നിന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം. ഇപ്പൊ നമ്മൾ 2 ടൈപ്പ് ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ഡാൻസിങ് ടീ ഓർ റോയൽ ടീ. ആ ഒരു റോയൽ ലുക്ക് ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ലെയർ ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ഡാൻസിങ് ടീ എന്ന് പേര് വരാൻ കാരണം ഇതിലൊരു കറക്കൊക്കെ കറക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഡാൻസിങ് കണ്ടു ഞാൻ. ഇത് അതേമാതിരി തന്നെ ടിക്കേഷന് അടിയിൽ സെൻട്രൽ പാല്, മേലെ ടിക്കേഷന്, അതായത് 3 ലെയർ ആയിട്ടാണ് ഈ ചായ. 3 ലെയർ ചായ. ഇതിന്റെ പേര് അതെ സെയിം തന്നെ ആണ്. റോയൽറ്റി തന്നെ വേറെ 3 ലെയർ ആയിട്ടുള്ള റോയൽറ്റി. അതുപോലെ തന്നെ പല തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ തരത്തിലുള്ള ചായകളാണ് നമ്മുടെ ജ്യൂസ്, ഷേക്ക് അങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും ഉണ്ട്. എല്ലാവരും നമ്മൾ വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ചായ ഇത്രയും വെറൈറ്റി ചായകളൊക്കെ എങ്ങനെയാ? അത് പലതും പുതുതായിട്ട് ചേട്ടൻ തന്നെ കണ്ടുപിടിച്ചതാണോ? കുറെയൊക്കെ ഞാൻ എന്റെ കണ്ടുപിടുത്തം തന്നെയാണ്. പിന്നെ കുറെയൊക്കെ ഞാൻ പുറത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ വെറൈറ്റി ആയിട്ട് എന്താണെന്ന് നോക്കി അങ്ങനെ നമുക്ക് ഒരു 68 വെറൈറ്റി ചായകൾ ഇപ്പൊ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? ഇനി ജ്യൂസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഷെയ്ക്ക് ഉണ്ട്, മുജിറ്റ് ഉണ്ട്, അതുപോലെ കാശ്മീർ ലൈം ഉണ്ട്, കാശ്മീർ മോന്തോ എന്നൊരു സാധനം ഉണ്ട്. അതൊക്കെ അതിന്റെ വെറൈറ്റിയിൽ വേറെ തന്നെ ഉണ്ട്. അത് ഫ്ലേവർ പല ഫ്ലേവറുകളുണ്ട്. ഒരു 10-20 ഫ്ലേവർ അതന്നെ ഉണ്ട് കാശ്മീരിന്റെ തന്നെ. അത് വേറെ വെറൈറ്റികൾ ഐറ്റംസ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തും വെറൈറ്റി ആയിട്ട് ഇവിടുന്ന് ട്രൈ ചെയ്ത് പോകാനായിട്ട് പറ്റും. അത് വന്നു കഴിഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല ഒരുപാട് തീർച്ചയായിട്ടും ഒരു ചായ കുടിക്കാൻ വന്നാൽ നമ്മൾ 1, 2, 3 ചായ കുടിച്ചു പോകും. കാരണം വെറൈറ്റി ആണല്ലോ. തീർച്ചയായിട്ടും വെറൈറ്റികളാണ്. അതുപോലെ ഷേക്കുകളാണെങ്കിലും വെറൈറ്റികൾ തന്നെയാണ്. ഷേക്ക് ഐറ്റംസുകളാണെങ്കിലും വെറൈറ്റികൾ തന്നെയാണ്. ലൈമിന്റെ പല വെറൈറ്റികളും നമ്മൾ ഉണ്ട്. അതൊക്കെ ആ സെക്ഷൻ ഉണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ഈ ചായ, ജ്യൂസ് എല്ലാം കൂടെ ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ മാറ്റാനായിരിക്കുകയാണ് അല്ലേ? എന്തായാലും ഒരു ആഴ്ചയുള്ളിൽ തന്നെ അത് ക്ലിയർ ആവും. അവിടേക്ക് മാറാനുള്ള പ്ലാനിലാണ്. ഓക്കെ, ഇത് എന്താ നമ്മൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്? ഞണ്ടിന്റെ കറിയാണല്ലേ? ഇതില് ഞണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പൊ? ഇടാറായിട്ടില്ല. ഓക്കെ, ഞണ്ട് കറി നോർമൽ. ഇത് ആളുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ചോദിക്കുന്ന ഐറ്റംസിൽ ഒന്ന് ഞണ്ട് കറിയാണോ?
ഇതാണ് നമ്മുടെ കവലയിലെ കിണർ. നല്ല സൗണ്ടൊക്കെ കേൾക്കാനില്ലേ? നമ്മുടെ കിച്ചണിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ആർട്സ് ക്ലബ്ബാണ് മുകളിൽ കാണുന്നത്. നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടല്ലേ സാധാരണ പണ്ടത്തെ ആർട്സ് ക്ലബ്ബൊക്കെ ഉണ്ടാവുക. പ്രോഗ്രസീവ് ആർട്സ് ക്ലബ്ബ് നമ്മുടെ ഓണർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്ന ആ ഓരോ പേരുകളാണ് ഇവിടെ ഓരോന്നിനും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അക്കാലത്തെ പെരുമ്പിലാവിലുള്ള ഫേമസ് ഒരു ആർട്സ് ക്ലബ്ബായിരിക്കും പ്രോഗ്രസീവ് ആർട്സ് ക്ലബ്ബ്. അതാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെയാണ് ഓരോ സ്ഥലവും ആ നാട്ടിലെ അതായത് പെരുമ്പിലാവിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ഓരോരോ കടകളുടെ പേരും അതുപോലെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും ഒരു ആർട്സ് ക്ലബിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കാണാം നമ്മൾ ദൂരെ നോക്കി കഴിഞ്ഞാൽ. അങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല, പക്ഷെ കുറെ ഗ്രൂപ്പ് ഫോട്ടോസും പഴയ കുറച്ചിങ്ങനെ മങ്ങിയിട്ടുള്ള പണ്ടത്തെ കാലത്തെ ഫോട്ടോസൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് അത്രയും ഇങ്ങനെ ക്ലിയർ ആയിരിക്കില്ല. അതുപോലുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്, ഗ്രൂപ്പ് ഫോട്ടോസ്, ഒരു സർട്ടിഫിക്കറ്റ് കാണാനുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ കാണാം. പിന്നെ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു സ്റ്റാൻഡ് ഒക്കെ ഉണ്ടോ, അവിടെ സ്റ്റാൻഡിൽ ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ശരിക്കും നല്ലൊരു ആർട്സ് ക്ലബിനെ ഇവിടെ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് കൃഷിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളത്തേക്ക് വിത്തിനായിട്ടും പിന്നെ ഉപയോഗിക്കാനായിട്ടും ഒക്കെ പച്ചക്കറികളൊക്കെ അതുപോലെ നെല്ലൊക്കെ ഇങ്ങനെ തൂക്കിയിടില്ലേ, അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പച്ചക്കറികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, നെല്ല് ഇങ്ങനെ കൊലയായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. ഈ പച്ചക്കറി തന്നെ ഇവർ യൂസ് ചെയ്യുകയും ചെയ്യും കേട്ടോ പിന്നീട് ആവശ്യം വരുന്ന സമയത്ത്. അപ്പം അതിങ്ങനെ തൂക്കിയിടുമ്പോൾ പെട്ടെന്ന് കേടാവാതിരിക്കാനായിട്ടും കുറേ മാസങ്ങളോളം അതിങ്ങനെ കേടുകൂടാതിരിക്കാനായിട്ടും പ്രിസർവ് ചെയ്ത് നിർത്തുന്നതിൻ്റെ ഒരു വഴിയാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ വിത്തിന് ഉപയോഗിക്കുമ്പോഴും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അത്രേ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് പണ്ട് കാലത്തെ ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തേക്ക് എത്തുമ്പോൾ അതും വിട്ട് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അതും ഇവിടെ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സൈഡിലൊക്കെ വിളക്കൊക്കെ വെച്ചിട്ട് ചെരാതിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാ ദിവസവും ഇത് വിളക്കൊക്കെ കൊളുത്തും. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ശരിക്കും ഒരു ഗ്രാമത്തിലെത്തിയ ഫീല് കിട്ടുന്നുണ്ട്. നമ്മുടെ വിദ്യാലോകത്തിൽ വന്നിട്ട് പോകുന്ന ഒരു ഫാമിലി കണ്ടിട്ടുണ്ട്. എന്താ നിങ്ങളുടെ പേര്? തഫ്സീർ. മൂസിന. പേര് പറയോ? എന്താ പേര്? നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരാണോ? ഫസ്റ്റ് ടൈം. ഇവിടെ അടുത്ത വീട് വരണേ? അല്ലല്ല, ഒരു 40 കിലോമീറ്റർ. അതെയോ? അല്ല, പിന്നെ നിലമ്പൂർ പോവാ. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇത് കേട്ടിട്ടുണ്ടായിരുന്നോ വിദ്യാലോകത്തിൽ? അപ്പൊ അങ്ങനെ കേറിയ തൃപ്രയറാണ് വീട്. അപ്പൊ നിലമ്പൂര് പോണ വഴിക്ക് ഇങ്ങനെ കേറിയതാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ട്രിപ്പിന്റെ ഭാഗത്ത് നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്തതാണല്ലേ. എന്നിട്ട് വന്നു പോകുമ്പോ എങ്ങനെയുണ്ട്? നമ്മളെ പക്ക നാച്ചുറലായിട്ട് ശരിക്കും ഒരു പഴയ കാലത്ത് എത്തിയ ഫീൽ ഉണ്ടല്ലേ. പിന്നെ നമ്മളെ കിണർമക്കുള്ളത് അങ്ങനെയൊക്കെ വരുന്നത് കാര്യങ്ങൾ കാണുമ്പോ പണ്ടത്തെ കാര്യങ്ങൾ പലതും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നേരിട്ട് കാണുകയാണല്ലേ. ഭക്ഷണം കഴിച്ചോ? ചായ കുടിച്ചു ജസ്റ്റ്. എങ്ങനെയുണ്ട് ചായ? അടിപൊളിയാണ്. ഇവിടെ കുറെ വെറൈറ്റി ചായ ഒക്കെ ഉണ്ടല്ലേ. അതെ അതെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് ഏരിയ? ഇഷ്ടപ്പെട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയാനില്ല. എല്ലാതും പക്ക നമുക്ക് നമ്മ സ്റ്റോറിയിൽ കണ്ടതിനൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കണ്ടതിനൊക്കെ കൂടുതലും നല്ല ഇതായി തോന്നുന്നുണ്ടല്ലേ. ഇഷ്ടായോ? നല്ലോണം ഇഷ്ടായോ? ഇഷ്ടായോ? ഇവിടെ എന്താ ഇഷ്ടായേ? വെള്ളച്ചാട്ടം ഇഷ്ടായോ? മീനെ കണ്ടോ? ഫിഷ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഫിഷിനെ കണ്ടോ? ഇതിലങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു? എല്ലാതും ഇഷ്ടമായി. കുട്ടികൾക്കൊക്കെ അങ്ങനെ വെള്ളച്ചാട്ടം, ഫിഷ്, പിന്നെ പാരറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്ടമായി ഇവർക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഏകദേശം ഇപ്പൊ ഒരു അരമുക്കാൽ മണിക്കൂറായിരുന്നു. ഒരു ചായ കുടിക്കാൻ വന്നതാ, 3/4 മണിക്കൂർ കൂടി ഇരുന്നിട്ട് പോവാണല്ലേ. ട്രിപ്പിന്റെ ടൈം ഒക്കെ തെറ്റിയോ? ഞങ്ങൾക്ക് ഓൾറെഡി 6 മണി 7 മണി ആകുമ്പോൾ ശരിക്കും നിലമ്പൂർ എത്തേണ്ടതാ. ഇപ്പൊ ഓൾറെഡി 5:30. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പോകല്ലേ. അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അല്ലേ. അപ്പൊ എന്തായാലും താങ്ക് യു. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യണില്ല. താങ്ക് യു. ബൈ. ഹായ്. ഇപ്പൊ ചിരിക്കുന്നുണ്ട്. ബൈ. ഞാൻ ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ഞാനിവിടെ ഇരുന്നോട്ടെ. നിങ്ങളുടെ വിദ്യാലോകത്ത് ഇപ്പൊ ആദ്യമായിട്ട് വരികയാണോ? അല്ല, രണ്ടാമത്തെ. ഒന്നും വന്നിട്ടുണ്ടോ? അപ്പൊ ഇവിടെ അടുത്താണോ വീട് വരണേ? വടക്കാഞ്ചേരി. ആണല്ലേ. എന്താ പേര്? സീനത്ത്. പേര്? എൻ്റെ പേര് ഇക്ബാല്. എങ്ങനെയുണ്ട് വിദ്യാലോകം? വിദ്യാലോകം മനോഹരമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ ഒരു 2 ആഴ്ച മുമ്പ് വന്നിരുന്നു. അത് ഫാമിലി ഒരു 10-20 പേര് കൂടി വന്നത്. 10-20 പേരുന്ന്. അത് ഒരു പഴയ കാല സ്മരണ. അതിമനോഹരം. അതിൽ ഈ പാട്ടുകൾ കേട്ടിട്ട്
പിന്നെ ഇത് അവിടെ നോക്കി 2 ലോകം, അതെ. പിന്നെ ഇതിന്റെ ചെയർ സെറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ പഴയ സിനിമ തിയേറ്റർ, പിന്നെ ഇവിടെ അവിടെ കൂടി നിൽക്കുന്നത്, അതൊക്കെ വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇവിടെ പക്ഷികൾ വളർത്തുന്ന ഇതിനുണ്ട്, വളരെ മനോഹരമാണ്. പിന്നെ ഭക്ഷണം നന്നായി. അതാണ് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നത്. വീണ്ടും വരുന്നത്. സത്യം രണ്ടാമത് വരുന്നൊരു കാര്യം വെച്ചാൽ ഒരു പൊറോട്ടയും എന്തെങ്കിലും സ്പെഷ്യൽ അത് കഴിക്കാനും അല്ലറ ചില്ലറ കൊച്ചു കൊച്ചു കറികളാണ് ഇതിനുള്ളതിനൊക്കെ സ്വാദുണ്ട്. ഇതിപ്പോ നിങ്ങൾ യൂട്യൂബിന് വേണ്ടി പറയുന്നില്ല, ഇത് റിയൽ ഫാക്റ്റ് ആണത്. പറയാവുന്ന കാര്യം വെച്ചാൽ നമുക്ക് മറ്റുള്ളവരോട് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ അന്ന് ഫാമിലി ആയിട്ട് ഒരു 20 പേരോളായിട്ട് വന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെയാണെങ്കിലും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ എല്ലാവർക്കും എൻജോയ് ചെയ്തു. പിന്നെ രാത്രിയൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് തണുത്ത കാറ്റും അതുപോലെ വെള്ളത്തിന്റെ ഫ്ലോക്കൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർക്ക് മുഖത്തൊക്കെ ഒരു ഉത്സവ പ്രതീതിയാണ്. കൗതുകം, പരസ്പരം വെറുതെ ചിരിക്കുക ആൾക്കാര്. നമ്മള് ചിരിക്കാത്തൊരു ഒരു ചിരിക്കുന്ന അവസ്ഥ ഉണ്ട്. അത് ഭക്ഷണത്തിന്റെ സന്തോഷമാണോ ഇവിടെ കണ്ട സന്തോഷമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ലല്ല, ഇപ്പൊ പൊറോട്ട, പിന്നെ മറ്റേ ചിക്കനല്ല, ഇത് താറാവ് പറഞ്ഞത്. എനിക്ക് വേണമെന്ന് വെച്ചാൽ കൂടാം, വേണ്ട. അതിന് കഴിച്ചതിന് ശേഷം ഞാൻ അടുത്തത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കഴിക്കുന്നിടത്ത് ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഇതൊക്കെ ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഇവിടെ കുറെ സ്പോട്ട് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് അന്ന് വന്നപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെ ആണല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാണെന്ന് പറയാം. അപ്പൊ എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചോളൂ, ശല്യപ്പെടുത്താണ്ട് പോവാ. ഞാൻ എനിക്ക് ഭക്ഷണം എന്തായാലും നന്നാവും അറിയാം, കാരണം ഓൾറെഡി കഴിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും കഴിക്കാനായിട്ട് വന്നതല്ലോ. അതുകൊണ്ട് ഞാൻ അതിന്റെ റിവ്യൂ എടുക്കാൻ ഇരിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. വിദ്യാലോകത്ത് നിന്ന് വൈബ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മുടെ കൂടെ ഉണ്ട്. എന്താ എല്ലാവരുടെയും പേര്? ആദർശ്, വിനു, സഞ്ജു, കൃഷ്ണപ്രസാദ്. നിങ്ങളെല്ലാവരും ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ പെരുമ്പിലാവിന്റെ ഒരു പഴയ കാലമാണല്ലോ നമ്മൾ വിദ്യാലോകം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പഴയ പെരുമ്പിലാവ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വന്നപ്പോ ആ ഒരു ഇത് നമുക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ? വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, അടിപൊളിയാണ്, ഒന്നും പറയില്ല. നമ്മുടെ മാതാപിതാക്കളായിട്ട് വരുമ്പോ അവരുടെ പഴയ ലോകത്തിലോട്ട് നമ്മൾ അവരെ കൊണ്ടുവരികയാണ്. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കില്ലേ? കാരണം അവർക്ക് കറക്റ്റ് അത് കണക്ട് ചെയ്യാലോ. അന്നത്തെ കാലത്തെ അവരുടെ കാലത്തുണ്ടായിരുന്ന സ്റ്റുഡിയോ, അവരുടെ കാലത്തുണ്ടായിരുന്ന തിയേറ്റർ, അതിന്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് മൊത്തത്തിൽ ഇവിടെ അവര് കാണിച്ചു തന്നിരിക്കുന്നത്. അത് നല്ലൊരു ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസിനായിട്ട് വരുമ്പോൾ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫാമിലീസ് ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഞങ്ങൾ ഈ ആഴ്ചയിൽ മൂന്നാമത്തെ തവണയാണ്. അത്ര ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു വൈബാണ്. ഞാനിപ്പോ ഇവര് വിളിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ എനിക്ക് കണ്ടപ്പോ ഒരു ഫസ്റ്റ് ലുക്ക് ഇറ്റ് വാസ് ഗുഡ്. അതെ, ഇനിയിപ്പോ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ നമ്മള് ഡബിൾ തംസ് അപ്പ്. ഇവിടെ നിങ്ങൾ ഓൾറെഡി മൂന്നാമത്തെ പ്രാവശ്യമാണ്, അപ്പൊ ആളെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ ആക്ച്വലി 3 പേരും പ്രവാസികളാണ്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് 4ാമത്തെ തവണയാണ് വരുന്നത്. പേരൻസിനായിട്ട് 2 തവണ വന്നു, ഫ്രണ്ട്സിനായിട്ട് 2 തവണ വന്നു. അപ്പൊ വരാത്ത ആൾക്കാരെ ഞങ്ങൾ ഇങ്ങോട്ട് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇത് ഞങ്ങൾ മുന്നേ വേറെ ഫ്രണ്ട്സിനായിട്ട് വന്നു. അപ്പൊ ഈ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ മുൻപ് വന്ന ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാം. അവിടെ ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒരുപാടുണ്ടല്ലോ ഫുഡിന്റെ കാര്യത്തിൽ. അപ്പൊ അതിലേറ്റവും നെയ്ച്ചോറ്, പള്ളിക്കറി. ഇവിടുത്തെ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ഇവരുടെ മെനു ചേഞ്ച് ആണ്. ഇപ്പൊ ഡെയിലി ഉള്ള ഒരു ദിവസമുള്ള മെനു അല്ല നെക്സ്റ്റ് ഡേ നമ്മൾ വരുമ്പോൾ കിട്ടുന്നത്. സോ അത് തന്നെ ഒരു ഡിഫറെന്റ് ആണ്, നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പുതിയ ടേസ്റ്റ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണല്ലോ. അപ്പൊ അതന്നെ ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. മെനു അങ്ങനെ മാറ്റുക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് നല്ലൊരു ഷെഫ് വേണം, നല്ലൊരു ടീം അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യണം. കാറ്ററിംഗ് സെറ്റപ്പുള്ള കാറ്ററിംഗ് കാര്യമായിട്ട് പറഞ്ഞേ, കാറ്ററിംഗ് അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പൊ അങ്ങനെ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളാവുമ്പോൾ നമ്മൾ ഫുഡിനെ അതെ ഞാൻ അതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിനെ ഒരു വലിയ ടീം തന്നെ വേണം. ടീം വർക്ക് അപ്പൊ എന്തായാലും നിങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് വൈബ് ആവാനായിട്ട് പല ഫ്രണ്ട്സിന്റെ കൂടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ അങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തിരിച്ച് നമ്മളെല്ലാവരും 3 ആളും പ്രവാസികളാണെന്ന് പറഞ്ഞു. തിരിച്ച് പോകുന്നതിന് മുൻപ് മാക്സിമം ഇവിടെ എൻജോയ് ചെയ്തിട്ട് പോവാണല്ലേ. വിദ്യാലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു പുതിയ ലോകത്തെത്തിയ ഫീലാണ്. നമ്മൾ ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ്. ഇവിടെ ഈ ഫോഗൊക്കെ വന്നുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അവിടെ അമ്പിളിമാമൻ കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ശരിക്കും ഒരു അമ്പിളിമാമൻ ഉദിച്ച പോലെയാണ്. ഇവിടെ നിറയെ ലൈറ്റും
പിന്നെ ഈ ഒരു പച്ചപ്പും നല്ല ഭക്ഷണവും, നല്ല നാടൻ ഭക്ഷണം, പല പല ഐറ്റംസാണ് ഓരോ ദിവസവും വരുന്നത്. പിന്നെ ഇവിടുത്തെ ഓരോരോ കോർണറും ഓരോ ഭംഗിയാണ്, എല്ലാം കാണാനായിട്ട് എന്ത് രസമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള ചിത്രങ്ങളുടെ ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള അജയൻ ചാലിശ്ശേരി, അതുപോലെ വിദ്യാലോകത്തിൻ്റെ ഓണർ ആയിട്ടുള്ള വിദ്യാമണി, അതുപോലെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒക്കെ ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള അജയൻ ചാലിശ്ശേരി, അവരുടെ ഒരു ഐഡിയ ആണ് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ്, ഒരു വിൻറ്റേജ് റെസ്റ്റോറൻറ്റ് നമുക്ക് മുന്നിൽ എത്താനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ഐഡിയ ആണ്, അവരുടെ എഫേർട്ടാണ്. അത് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ടെന്നുള്ളതാണ്. ആ ഒരു ദൂരമൊക്കെ മറികടന്നിട്ട് പല പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അതൊരു ഫോട്ടോഷൂട്ടിനായിട്ടാണെങ്കിലും ഒരു ചായ കുടിക്കാനാണെങ്കിലും ഇവിടെ വന്നിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫാമിലി പോയത് നമ്മളോട് പറഞ്ഞില്ലേ. അതങ്ങനെയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും, തിരിച്ചു പോകാനായിട്ട് തോന്നില്ല. ഈ വഴിയൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ എവിടെയോ വേറെ എത്തിയ പോലെയാണ്. ശരിക്കും ഒരു ഹെവൻലി ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ. നമ്മുടെ ഒരു മൈൻഡൊക്കെ കുറച്ച് പീസ്ഫുൾ ആവാനായിട്ട് നല്ല ഭക്ഷണം, നല്ല ആംബിയൻസ് ഒക്കെ ആയിട്ട് ഇവിടെ വിദ്യാലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുള്ളതൊന്നും വിഷയമല്ല. എവിടെയുള്ള ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. നമ്മുടെ വിദ്യാലോകം പെരുമ്പിലാവിലാണ് ലൊക്കേഷൻ വരുന്നത്. എല്ലാവർക്കും വെൽക്കം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ വിദ്യാലോകം.